ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹാവിനെ പറ്റിയായിരുന്നു. ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാഡ് ആണ്, അതായത് ഹാവിന്റെ സെക്കൻഡ് ഫോം ആയ ഹാഡ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഹാഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു എന്നൊരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഐ ഹാഡ് എ ക്ലാസ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹാഡ് എന്ന് പറയുന്നതിന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഡ് പ്ലസ് ഹാവ് ആണ് ഹാഡ്. ഹാവിന്റെ സെക്കൻഡ് ഫോം ആണ് ഡിഡ് പ്ലസ് ഹാവ് ആണ് ഹാഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ സാധാരണ ഹാഡ് എന്ന് യൂസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ, അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് പറയും? ഷീ ഹാഡ് എ ക്ലാസ്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ഷീ ഹാഡ് നോട്ട് ക്ലാസ്. ഇത്രയും കൂടിയും ബെറ്റർ ആയിട്ട് പറയാം ഷീ ഡിഡ് നോട്ട് ഹാവ് എ ക്ലാസ്. ഇവിടെ ഡിഡ് നോട്ട് ഹാവ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാലോ, ഡിഡ് പ്ലസ് ഹാവ് ആണ് ഹാഡ്. അപ്പൊ നമ്മൾ ഹാഡ് നോട്ട് എന്ന് എഴുതുന്നതും ഡിഡ് നോട്ട് ഹാവ് എന്ന് എഴുതുന്നതും സെയിം ആണ്. അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഷീ ഡിഡ് നോട്ട് ഹാവ് എ ക്ലാസ്. ഇനി നമ്മൾ പറയാണ് അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹാവിൽ വെച്ചാണ് ചോദിച്ചിരുന്നത്, പക്ഷെ ഇവിടെ ചോദിക്കുന്നത് ഉണ്ടായിരുന്നോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിഡ് ഷീ ഹാവ് എ ക്ലാസ്. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അവിടെ നമ്മൾ ചോദിച്ചത്. ഡിഡ് ഷീ ഹാവ് എ ക്ലാസ്. ഡിഡ് ഷീ ഹാവ് എ ക്ലാസ്. അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ചോദിക്കാം അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ. ഒരു നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലേ. അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിഡിന്റ് ഷീ ഹാവ് എ ക്ലാസ്. ഡിഡിന്റ് ഷീ ഹാവ് എ ക്ലാസ് യെസ്റ്റർഡേ. ഇപ്പോൾ നിങ്ങൾക്ക് ഹാവിന്റെയും ഹാഡിന്റെയും ഉപയോഗം ഈ രണ്ട് ക്ലാസ്സുകളായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പുതിയ ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു സോ മച്ച്.